ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കാമെന്ന്, പക്ഷെ ഞാനിപ്പം എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ വോയിസ് ക്ലിയറായി കേൾക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്, 5:45 എണീച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രഷൊക്കെ ആയി വരുമ്പോഴത്തേനും ഒരു 6:20 6:15 അങ്ങനെ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ ദിവസത്തിൽ ഈ സമയമൊക്കെ ആകുമ്പോൾ എണീക്കാറില്ല. പിന്നെ എണീക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടാമത്തെ എക്സാമാണ്. അപ്പം എനിക്കൊരു പേടിയുണ്ട്. ഞാൻ ഇന്നലെ രാത്രി പഠിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞത് എന്നാ എടുത്തതും കൂടി എനിക്ക് ഓർമ്മയില്ല. അന്നൊന്നും ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ എക്സാമൊക്കെ ആയതുകൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് ഇടുന്നത് അറിയില്ല കേട്ടോ. ഇനി അപ്ലോഡ് ചെയ്യില്ല എപ്പോഴാണെന്ന് അറിയില്ല. ഈ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ എൻ്റെ പെട്ടെന്ന് വന്ന മൈൻഡിലായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. ഇനി ഏത് എക്സാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അത് 3 ഇരുന്ന് ഞാൻ പഠിക്കണം എന്ന് വെച്ചാൽ എന്നാലും പഠിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അത് ഞാൻ റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നേരത്തെ എണീച്ചിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞു വൈബിക്കണില്ല, അപ്പോൾ ഞാൻ പോയി പഠിക്കട്ടെ കേട്ടോ. അങ്ങനെ ഉമ്മച്ചിയുടെ ചിക്കൻ കറിയുടെ വിസിലടിച്ചിരിക്കുകയാണ്. ഉമ്മച്ച അപ്പുറത്തെ സൈഡ് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മച്ച ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചായ തെളിച്ചിട്ട് ഉമ്മച്ചി ഇവിടെ ചായപ്പൊടിയിട്ടാണ് ഗൈസ്. അങ്ങനെ ഉമ്മച്ച പുട്ടിന് വേണ്ടിയുള്ള തേങ്ങ ചിരകാണ് കേട്ടോ. എനിക്ക് തേങ്ങ ഇല്ലാണ്ട് എന്ത് പറ്റില്ല, പുട്ട് പറ്റില്ല. എനിക്ക് തേങ്ങ ഉണ്ടായാലാണ് പുട്ട് തിന്നാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ തേങ്ങ ഇല്ലാത്ത. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി പഠിക്കാനുണ്ട്. അപ്പം ഉമ്മച്ചി അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കണത് കാണിച്ചു തന്നു. എന്നിട്ടാണ് ഞാൻ വന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം മഴ ചെറുതായിട്ടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ അറിയില്ല, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ആകാശമൊക്കെ എന്താ പറയുക, നല്ല നീല കളറല്ലേ. പക്ഷെ ഫോണിൽ കാണുമ്പോൾ അത് എന്താ പറയുക, വെള്ള കളറായിട്ടാണ് കാണുന്നത്. നമ്മൾ ഒറിജിനലായിട്ട് കാണണ പോലെയല്ല കേട്ടോ ഫോണിൽ കാണണേ, കണ്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇനി പഠിക്കണം, അത്ര തന്നെ ഉള്ളൂ. മോളും അല്ലു നല്ല ഉറക്കമാണ്. അല്ലുവിനെ ഇനി എണീപ്പിക്കാം, അല്ലുവിന് സ്കൂളുണ്ട് കേട്ടോ. അങ്ങനെ അല്ലുവിനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിൻ്റെ അവിടെ ഉമ്മച്ചി കൊണ്ടുപോയിട്ടുണ്ട്. ആൾക്ക് ചെറുതായിട്ടൊക്കെ എന്താ പറയുക മടിയുണ്ട് കേട്ടോ സ്കൂൾക്ക് പോകാൻ. എന്തായാലും പോയാലേ പറ്റുള്ളൂ. അപ്പം ഞാനിന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പുട്ടും പിന്നെ ചിക്കൻ കറി ഉണ്ട്. അല്ലുവിൻ്റെ അവിടെ അപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. അല്ലു വന്നാലും ഉമ്മച്ചി വാരി കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിതാ മാറ്റൊരുങ്ങി നിൽക്കുകയാണ്. അല്ലുവിന് ഇന്ന് പർപ്പിൾ ഡേ ആണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അവന് പർപ്പിൾ ഡ്രസ്സ് ഇടണം. നോക്കട്ടല്ലോ, പോണ മുമ്പ് തന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇപ്പോൾ വന്നാലേ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് നേരം കാണാം കേട്ടോ. അല്ലോ, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാ? അപ്പം ചെരുപ്പിടാൻ കേട്ടോ ആള്. സ്കൂളിൽ പോവൂലേ? കരയില്ലല്ലോ ഇന്ന്? കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാ അവരോട് പറ ഞങ്ങൾ പോവാന്ന്. അമ്മച്ചി വരൂ, ഇവരോട് പറ ഞങ്ങൾ പോവാന്ന് പറ. ഒരച്ച വഴിക്കൂടി പോകണ്ട, അപ്പം അതിന് കണ്ടപ്പോഴാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും എൻ്റെ അല്ലുവിൻ്റെ
ഭക്ഷണമൊക്കെ എൻ്റെ കിറ്റിലാക്കി വെച്ച്, സ്പൈഡർമാൻ്റെ കിറ്റിലാക്കി വെച്ച് എൻ്റെ ബാഗിൽ തന്നെ കേട്ടോ വെച്ചത്. ഇനി നമുക്ക് ബാക്കി വിശേഷം കാണാം. അങ്ങനെ ഞങ്ങളിതാ ബസ് കയറുന്നിടത്ത് പോവാണ്. ഉമ്മച്ചി അതുവരെ നാക്കി തരും. എന്നും അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനെ അല്ല് പറയണ സമയത്ത് മാത്രം ഉമ്മച്ചി ഞങ്ങളെ കൊണ്ടാക്കി തരാം. മോൾ ആ സമയത്ത് എണീച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഞങ്ങൾ സൗണ്ട് കേട്ട് അപ്പം എണീക്കണ ആളാണ്. അപ്പോൾ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീട് വരാൻ വേണ്ടി ഇവിടുത്തെ പുല്ലൊക്കെ എന്താ പറയുക പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിച്ചൊക്കെ മദ്രസ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം അങ്ങോട്ട് പോവാണ് റിച്ച് വരുന്നത് കണ്ടിട്ട്. അങ്ങനെ റിച്ചോട് പറയാണ് എൻ്റെ ഡ്രസ്സ് കണ്ട് അതൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് റിച്ച് താറ്റാട്ടിട്ട് അവരെ വീട്ടിൽ പോയി. ഇനി അവർക്ക് സ്കൂളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വണ്ടി കാത്തിക്കണ അവിടെ ദീദി ഉണ്ട് കേട്ടോ. ഞങ്ങളെ വണ്ടി വന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓരോ വണ്ടി വരാം. അപ്പം ഞങ്ങളിതാ കാത്തിക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്. എനിക്ക് റോഡുമ്പോൾ നല്ല ഇങ്ങനെ ഓടി കളിക്കണം എന്നൊരു സുഖം ഉണ്ടാവും. ഈയിടെയായിട്ട് അങ്ങനെ ട്രാവലറിലാണ് ഞങ്ങളെ ബസ് എന്താ പറയുക കേടായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു വണ്ടി വന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ബസ്സാണ് ട്രാവലർ. പിന്നെയാണ് ഞങ്ങൾ ട്രാവലർ വരുന്നത് കേട്ടോ. അല്ല് താറ്റൊക്കെ കാട്ടിയിട്ട് അവന് വെറുതെ കൊണ്ടുപോകണതാണ്. എനിക്കിങ്ങനെ കൊട പിടിച്ച് നടക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് കയറാണ്. അല്ലുവിന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് അത്ര കുഴപ്പമൊന്നുമില്ല. ഇനി സ്കൂളെത്തിയാലാണ് ആൾക്ക് കുറച്ചൊരു വിഷമമൊക്കെ വരില്ലേ. അങ്ങനെ ഞങ്ങൾ താറ്റാട്ടി പോയി ഗായ്സ്. മോളിപ്പോൾ എന്തിനാ കരയണം. ആ ഉമ്മച്ചി ഞാൻ സ്കൂളിട്ട് വന്നപ്പോഴാണ് ഉമ്മച്ചി ഈ കഥ പറയണത്. ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. അത് ഇവള് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി കൊടുത്തു. ഉമ്മച്ചി അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഈ കരച്ചിൽ. വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഉമ്മച്ചി കൊടുത്തത്. അതുകൊണ്ടാണ് ഉമ്മച്ചി കഴിച്ചത്. വിഷം വന്നിട്ട് ഫോൺ വരെ പിടിച്ചറിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിതാ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി കടി വാങ്ങിക്കാൻ പോകണം. അപ്പോൾ അല്ലൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ കടി വാങ്ങിക്കാൻ പോകണ വിശേഷങ്ങൾ കാണും. ഇനി കടി വാങ്ങിച്ചിട്ട് വന്നിട്ട് വേണം ഫ്രഷ് ആവാൻ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാനും അല്ലും കൂടി കടയിൽ പോകണം. അല്ലില്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ഇരുന്ന് കരച്ചിലായിരിക്കും. പിന്നെ അവനെ കൊണ്ടേ പറ്റുള്ളൂ. അല്ലു അത് മുമ്പിൽ ഒരു ചെറിയ ഉറുമ്പ് പോലത്തെ സാധനം ഉണ്ടോ, അതാണ് അല്ലു നടന്നു പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം കയറിയപ്പോൾ ആ പുല്ലുകളും എന്താ പറയുക മതിലുകളൊക്കെ വീണെടുക്കണ്ടായത്. അതൊക്കെ ഇവിടെ കൊടുന്നിട്ടു അത്ര തന്നെ. പിന്നെ നമ്മൾ വേറെ കഥ പറയാനില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. അവിടെ നല്ല വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലുണ്ട്, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇത്ര ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കടലിൻ്റെ സ്വഭാവം വരെ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക വെയിൽ വന്നുകൊണ്ട് അത്ര കുഴപ്പമില്ല. പക്ഷേ നല്ല വെയിലൊന്നും പറയാനില്ല. എന്നാലും മീഡിയം. ആ സൈഡിലാണെങ്കിലോ നല്ല വെള്ളം കയറ്റാണ് കേട്ടോ. അവിടെ കല്ലിട്ടിരുന്നൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ കടി മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അല്ലുവിന് ഈ കടി മിഠായി അതൊക്കെ വാങ്ങിക്കാൻ പോകണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. അത് വേറെ കാര്യം. പോണ വഴിക്ക് അല്ല് പലയിടത്തെടുത്ത് കളിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് നല്ല ചീത്ത പറയാണ് കേട്ടോ. അവനത് പറഞ്ഞനുസരിക്കണമില്ല. എന്നാൽ നമ്മളിതാ പോണ വഴിക്കാണ് 2 പേര് നമ്മൾ കണ്ടുമുട്ടിയത്, ഉമ്മച്ചിനും മോളും. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരൊന്നും അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ ഉമ്മച്ചി പറയാണ് കടൽ കയറേണ്ടതല്ലേ പറഞ്ഞു, അന്ന് നോക്കാൻ വരാമെന്ന്. അപ്പം മോളിത് വലിയ അവളെക്കാട്ട് ചെറിയ ചെരുപ്പിട്ട് വന്നിട്ടുള്ളത്. ചെറുന്ന് വെച്ചപ്പോൾ വലുതെടുത്തിട്ടുണ്ടോ എന്നാണ്. അതുകൊണ്ട് വീണുണ്ട്. അപ്പോൾ ഇതാ മണ്ണായി കാണിച്ചു തരാണ്, എനിക്ക് മണ്ണായിന്ന് കാണിച്ചു തരാണ്. അപ്പം ഞങ്ങളിതാ പോവാണ്. ഉമ്മച്ചി മോളെൻ്റെ കൈമ വന്നു. ഇവളും എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അവിടെ പോയപ്പോൾ ഇതന്നെയാണ് അവസ്ഥ. ഞങ്ങൾ നേരത്തെ കണ്ട വെള്ളം ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ പിന്നെയും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. ആ സമയത്ത് നല്ല വെതറിൻ്റെ ചേഞ്ച് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മഴ വരാനുള്ള കുറച്ച് ലക്ഷണമൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ നല്ല രസമില്ലേ കാണാൻ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മതി. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഈ വീഡിയോയിൽ ഇനി എന്തൊക്കെ തിരുത്തണം എന്നൊക്കെ ആക്കണം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞാനിതാ പഠിക്കുകയാണ് കേട്ടോ. അപ്പം നാളെ ഹിന്ദി എക്സാമാണ്. അപ്പം ഇനി പഠിക്കണം. ഇവിടെ വീഡിയോ കാണുന്നത് എന്താ പറയുക സബ് വെച്ചിട്ടാണ് വീഡിയോ കാണുന്നത്. ഞാനിവിടെ പഠിക്കുന്ന ഇടയിൽ ഒരാൾ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രിത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയും പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. കുറേ കാലമായിട്ടോ ചപ്പാത്തിയും മീൻകറി കൂട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് പഠിക്കാതിരുന്നു. എന്നിട്ട് ബുക്കുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പോവാണ് ഗായ്സ്. പിന്നെ ഞാൻ മാക്സ് ഇട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉമ്മമാരുടെ ഡ്രസ്സ് ഇടണ കുറച്ച് രസമാണല്ലോ.
അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗായ്സ്. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സോ ദാറ്റ് ഈസ് ഫോർ ടുഡേ. അപ്പം ഇത്രയേ ഉള്ളൂ.